രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഒരു കാലത്ത് പറഞ്ഞ 2 പുസ്തകങ്ങൾ ഒരേ സമയത്ത് വായിക്കും. നോവലൂടി പുറത്തിറങ്ങി. രണ്ട് പുസ്തകം ഒരേ സമയത്ത് അങ്ങനെയാടാ ഒരേ സമയത്ത് വായിക്കും. അത് അങ്ങനെ പറ്റും. അടുത്ത ഒരു 10 സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റാണ് ഈ ഒരു ദിവസങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് കഷ്ടം. എനിക്ക് മനസ്സിലാത്തത് ഈ പുസ്തകം വായിച്ചാൽ ഇത് ഭയങ്കര സംഭവമാണ്, പുസ്തകം വായിക്കുന്നവരൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ് എന്നൊരു ധാരണ ഏതോ കാലത്ത് വി.ഡി. സതീശൻ പുസ്തകം വായിക്കും. രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഒരു കാലത്ത് പറഞ്ഞ 2 പുസ്തകങ്ങൾ ഒരേ സമയത്ത് വായിക്കും. നോവലൂടി പുറത്തിറങ്ങി. രണ്ട് പുസ്തകം ഒരേ സമയത്ത് അങ്ങനെയാടാ ഒരേ സമയത്ത് വായിക്കും. അത് അങ്ങനെ പറ്റും. ലൈബ്രറി കൗൺസിലിലെ പ്രസിഡന്റ് ഒരു ബുക്ക് വായിക്കും, അത് കഴിഞ്ഞ് വേറൊരു ബുക്ക് വായിക്കും. KCയുടെ എനിക്കറിയില്ല, KC അത്തരം ഓപ്പറേഷൻസ് ഇല്ല. പക്ഷേ KCയുടെ ഡോക്യുമെൻ്ററി വരികയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കഥ ഈ പൊതുവേ കേരളത്തിലെ സോഷ്യൽ മീഡിയ, അതിപ്പം ഓപ്പറേറ്റഡ് ആളുകളല്ല, വി.ഡി. സതീശന് അനുകൂലമായിട്ടൊരു ഒരു ജനവികാരമുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുള്ള സാധാരണ പ്രവർത്തകരുടെ വികാരമുണ്ട്. അത് ഇലക്ഷൻ റിസൾട്ട് വന്ന് അഥവാ UDF-നാണ് അനുകൂലമെങ്കിൽ അതൊരു കുറച്ച് കാര്യമായി തരംഗമായിട്ടൊക്കെ വരും. അപ്പോൾ മറുവശത്ത് MLA-മാരുടെ ഭൂരിപക്ഷം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരും മോശക്കാരല്ല. ഒരാളെ തിരഞ്ഞെടുത്ത രമേശ് ചെന്നിത്തല എടുത്താൽ അയ്യേ എന്ന് പറയാൻ പാടില്ല, KC വേണുഗോപാൽ തിരഞ്ഞെടുത്താലും ഛേ എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വിവരവും വിജ്ഞാനവും ബോധവും ഒക്കെ ഉണ്ട് എന്ന് ആളുകൾക്കിടയിൽ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തന്നെ സംശയം മാറാനും കൂടെയാണെന്ന് തോന്നുന്നു. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുക. വി.ഡി. സതീശന് മോശമൊന്നുമല്ല, വി.ഡി. സതീശനും ഞാനും യോഗ്യനാണ് എന്ന് പറയുകയാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ തമാശകൾക്ക് എന്തിനാണിത് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. ജനനായകൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി മാത്രമല്ല, കേരള യാത്ര എന്ന് പറഞ്ഞിട്ടൊരു പോഡ്കാസ്റ്റ് സീരീസും കൂടെ രമേശ് ചെന്നിത്തല കേരള വികസനത്തെക്കുറിച്ചുള്ള ഒരു സംഭവമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം പറഞ്ഞ് വി ആർ കേപ്പബിൾ, ഞങ്ങൾക്കിതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ നമ്മൾ നേരത്തെ വായിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ അജയ് തറയിൽ മുഖ്യമന്ത്രി എങ്ങനെ ഒരു ദിവസമെങ്കിലും ജയിൽവാസം എന്ന് പറഞ്ഞാലേ അത് കൃത്യം നമുക്ക് ആളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷേ ഇന്നലെ ഭയങ്കര നിഷ്കളങ്കമായിട്ട് ഇന്ന് വന്ന് നിന്നിട്ട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർക്ക് സഹിക്കാൻ പറ്റാതെ എനിക്ക് തോന്നുന്നു മെയ് 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇത്തരം പ്രചരണങ്ങളുടെ അതൊരു ഉച്ചസ്ഥായിയിലേക്ക് വരും.